ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂർ യാത്രയാണ്. ഇളയ മകൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോളുടെ ഫാമിലിയൊക്കെ അവിടെയാണ്. അവർ 3 പേരും അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊണ്ടുപോകാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫിഷ് ഐറ്റംസൊക്കെ കൊണ്ടുപോകണം. അവർക്കിവിടെ പുതിയ നല്ല ഫ്രഷ് ഐറ്റംസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇതേപോലെ മീനും ചെമ്മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്ത് അച്ചാറുകളൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ നിന്ന് സാധാരണ ഇതുപോലെ വറുത്ത് ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊറിയർ ചെയ്ത് വിടും. ഇപ്പോൾ ഞങ്ങൾ പോകുന്നതുകൊണ്ട് ഇതേപോലെ അതിന് തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെളിച്ചെണ്ണ എല്ലാം കളഞ്ഞ് ചെറിയ പാത്രങ്ങളിലാക്കി ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ എല്ലാം കളഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്യും. ഫ്ലൈറ്റിലല്ലെങ്കിൽ നമുക്ക് കയറ്റി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിജക്റ്റ് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചാണ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനം അവിടെ കിട്ടാത്ത ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് ഇറക്കലാണ് ഹസ്ബൻഡ്. അത് രാത്രി തന്നെ ആളിരുന്ന് നന്നായിട്ട് പാക്ക് ചെയ്തോളും. സാധാരണ അവർ പോകുമ്പോഴാണ് ഇങ്ങനെ പാക്ക് ചെയ്തെല്ലാം വിടുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നതുകൊണ്ട് തലേദിവസം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയായി. നല്ല മഴയാണ്. ഇപ്പോൾ രാവിലെ 9:30ക്കാണ് ഫ്ലൈറ്റ് ബാംഗ്ലൂരേക്ക്. ഞങ്ങൾ രാവിലെ ഇറങ്ങി. നല്ല മഴയുമാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 40 മിനിറ്റ് അകലമുള്ളൂ എയർപോർട്ടിലേക്ക്. മഴയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ട്രാഫിക്കൊന്നും ഇല്ലാതെ തന്നെ എത്താൻ പറ്റി. 8 മണിക്ക് തന്നെ എയർപോർട്ടിലെത്തി ഞങ്ങൾ. അപ്പോൾ 9 മണിക്ക് എത്തിയാൽ മതി, എന്നാലും 8 മണിക്ക് തന്നെ എത്തി. നല്ല ഭംഗിയാണ് എയർപോർട്ട് കാണാൻ. അപ്പോൾ ഒരു ട്രോളി എടുത്ത് ഞങ്ങളുടെ ബാഗൊക്കെ വെച്ച് അങ്ങനെ അത് ഞങ്ങളിനി അകത്തേക്ക് കിടക്കാൻ പോണേ. ഞങ്ങൾ 2 പേരും ഉള്ളൂ. ഇനി നമ്മുടെ ബാഗ് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ അകത്തേക്ക് കിടന്ന് ഞാനങ്ങനെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സാവധാനം സമയമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഷോപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ നടക്കണേണ്. അപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോയി ചേട്ടൻ. അപ്പോൾ നമ്മുടെ ബാഗ് കൊടുക്കണം. ഞങ്ങൾ ഇൻഡിഗോയിലാണ് പോകുന്നത്. അപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിലൊന്നും തിരക്കൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കിട്ടി. അപ്പോൾ ഒരു രാവിലെയല്ലേ, ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ രുചി കഫേയിൽ നിന്ന് ചായയും വടയൊക്കെ കഴിച്ച് റിലാക്സായി എസ്കലേറ്ററിൽ കൂടി മുകളിലേക്ക് കയറി. ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അകത്ത് കിടക്കണം. അകത്ത് ചെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെയും എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവിടെ ഇരിക്കണേ. അപ്പോഴാണ് നല്ല മഴ കാരണം ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വരുന്നു. ഒരു 20 മിനിറ്റോളം പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ പുറത്ത് ഫ്ലൈറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ വീഡിയോ എടുത്ത സമയം കഴിച്ച്. അപ്പോൾ നമ്മുടെ സമയമായി. കൗണ്ടർ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. ഇനി നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറുന്ന പരിപാടിയാണ്. ഇപ്പോഴും നല്ല മഴയാണ് പുറത്ത്. ഭയങ്കര തണുപ്പുമാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുമാണ്. അപ്പോൾ ഞാനും ക്യൂവിൽ നിന്ന് അകത്തേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോകും എവിടെയെങ്കിലുമൊക്കെ. എല്ലാ വർഷവും പോകാറുണ്ട്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ പിന്നെയാണ് യാത്രകൾ കുറഞ്ഞത്. അപ്പോൾ അധികം യാത്രകൾ കുറവാണിപ്പോൾ. പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ അകത്ത് കയറി. വലിയ ഫ്ലൈറ്റാണ്. ഇത് ഇൻഡിഗോ. അപ്പോൾ എനിക്ക് എപ്പോഴും സൈഡ് സീറ്റാണ് എനിക്കിഷ്ടം. എന്നാലും എനിക്ക് കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, നല്ല മഴയല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ തെളിയാൻ തുടങ്ങി. മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് താഴേലോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ്. നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഈ വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതേപോലെ തന്നെ ഇഷ്ടമുള്ള സാധനമാണ് മേഘങ്ങൾ. അപ്പോൾ സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഈ വിൻഡോ സീറ്റ് കിട്ടണം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നല്ല മഴക്കാർ വന്ന് മൂടി. ബാംഗ്ലൂർ അടുക്കാറായപ്പോൾ നല്ല മേഘങ്ങളായി. നമ്മൾ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളൊക്കെ താഴെ. അതൊക്കെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. അപ്പോൾ കോവിഡിന് മുമ്പ് നമ്മളെപ്പോഴും നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽസിൻ്റെ അത് സംബന്ധിച്ചുള്ള ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ, സൂററ്റിലൊക്കെ പോകാറുണ്ട്. ബോംബെ, ഡൽഹി ഒക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സീറ്റ് കിട്ടണ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും യാത്ര ചെയ്യണത്. ഇങ്ങനെ ഉണ്ട് നല്ല പഞ്ഞി പോലത്തെ ഈ സീനൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ നിന്ന് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂറും ഒരു 10 മിനിറ്റുള്ളൂ ബാംഗ്ലൂർക്ക്. അവിടെ അടുക്കാറായി. അപ്പോൾ അവിടെയുള്ള സീനാണിത്. അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ എയർപോർട്ട് അടുക്കാറാകുമ്പോഴുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണ്. ബാംഗ്ലൂരത്തെ നല്ലതാണ്. നമ്മുടെ മുംബൈയിലെ എയർപോർട്ടിൽ ഇറങ്ങാറാകുമ്പോഴുള്ള കാഴ്ചകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇളയ മോളും ഹസ്ബൻഡും അവിടെ ടെക് പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. മകൾ ഒരു 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം പേരക്കിടാവിനെ കാണാനുള്ള ഓട്ടത്തിലാണിത്. പേരക്കുട്ടിയുടെ പേര് ഋഷിക എന്നാണ്. അപ്പോൾ ഞങ്ങൾ അമ്മൂസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മൂസിനെ കാണാനായിട്ടുള്ള തിരക്കിലാണിത്. അത്ര തിടുക്കമുണ്ട്. ഇപ്പോൾ അമ്മൂസ് അവിടെ വെയിറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണതാണ് അവർ. അപ്പോൾ അമ്മൂസ് അവിടെ ഒരു സ്നാക്സൊക്കെ കഴിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് കുറച്ചധികം നേരം എന്നാണ് പറഞ്ഞത്. നമ്മൾ വൈകിപ്പോയി. അമ്മൂസ് അവിടെ കയറി ഒത്തിരി സ്നാക്സും ചായയൊക്കെ കുടിച്ച് അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ഇറങ്ങി. വളരെ പെട്ടെന്ന് തന്നെ എത്തും നമ്മുടെ ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റിൽ യാത്ര. അപ്പം അമ്മൂസിനെ കണ്ടു. അമ്മൂസ് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്ത്. ഇതാണ് പേരക്കുട്ടി അമ്മൂസ്. ഒരാളേ ഉള്ളു, ഇളയ പോകുന്നത്. അയാൾക്ക് വീട്ടിൽ നിന്ന് കൊടുത്താൽ ഒന്നും കഴിക്കില്ല. പുറത്തുനിന്നൊക്കെ ആണെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് കഴിക്കണത്. നല്ല ഭംഗിയുള്ള എയർപോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നത് കണ്ട് ആൾ പറന്നാണ് എത്തിയത്. ഞാൻ വിചാരിച്ചു അവിടെ തെന്നിയായിട്ട് വീഴുമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഓട്ടം കണ്ടിട്ട്. ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച്. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ അമ്മൂസിനെ കാണാനായിട്ട് തിടുക്കമായിട്ടിരിക്കണമായിരുന്നു. അമ്മൂസിനെ കണ്ട് കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്ത്, അപ്പൂപ്പനെ കണ്ട് അപ്പൂപ്പനോട് 2 തട്ട് കൊടുത്ത് ഇടി കൊടുത്ത് ഞാൻ അയാൾക്കടെ മേളം തുടങ്ങും. ഇപ്പം തന്നെ അത്ര വികൃതിയാണ്. 2 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂർ അവരുടെ ഒപ്പം കഴിയാമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മൂസിനെ കൂടി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇതാണ് ഇളയ മോള് ധന്യ. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമുക്ക് വണ്ടിയിലേക്ക് കയറണം. അപ്പോൾ അതിനുള്ള പോക്കാണ്. അപ്പോൾ ഞങ്ങൾ ഈ യാത്രയുടെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിലേക്ക് എത്താറായി. ഇനി നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഇനി രാജസ്ഥാൻ, സൂററ്റിലൊക്കെ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നാളെ.